തിരുമേനിയോട് പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട്. ആരാണ് പ്രവാചക തിരുമേനി? മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ഒരാളെയാണ് പ്രവാചകത്വം ഏൽപ്പിക്കുക. അതാണ് പ്രവാചകൻ. കാരണം പ്രവാചകൻ വിചാരിക്കുന്നത് പ്രവാചകനായി നിയോഗിതനാകുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കും എന്നായിരിക്കും നബി തിരുമേനി വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം അത്രയും വലിയ അംഗീകാരമുള്ള ആളാ. എല്ലാരും എന്താ വിളിക്കാന്നറിയോ? വിശ്വസ്തനായ ആള് എന്നാ വിളിക്കുക. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് നാട്ടുകാർ മുഴുവനും ഓമന പേര് കൊടുത്തിട്ടുള്ള ആളാ. അപ്പൊ നബി തിരുമേനി വിചാരിച്ചു ഞാൻ പറയണത് ആളുകൾ കേൾക്കുമല്ലോ, എന്നെ അവർക്ക് അത്ര ഇഷ്ടമല്ലേ, അപ്പൊ ഞാനൊരു പ്രവാചകനായാൽ അപ്പോ ഞാൻ പറയുന്നത് ആളുകൾ കേൾക്കുമല്ലോ. പക്ഷെ ആളുകൾ കേട്ടില്ല. വിശ്വസ്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഭ്രാന്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു, ആക്ഷേപിച്ചു, കൈവിട്ടു. അതിനെക്കുറിച്ചാണ് പടച്ചോൻ പറയാ. എന്താ പറയണെന്നറിയോ? പ്രവാചകരെ, നിങ്ങളെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച മനുഷ്യർ നിങ്ങളെ എങ്ങാനും കൈവിട്ടാൽ നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കും. പടച്ചോൻ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ